മഹദിയായ ഐഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു ദിവസം ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത സന്തോഷവാനായി ഞാൻ കണ്ടു. ആ സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, യാ റസൂലല്ലാ, ഈ ഐഷാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു, അള്ളാഹുവേ, ഐഷയുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ നീ മാപ്പാക്കി കൊടുക്കണേ. ഈ ദുആ കേട്ടപ്പോൾ മുത്ത് റസൂലിന്റെ മടിയിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ആ സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, യാ ആയിഷ, നിനക്ക് ഞാൻ ദുആ ചെയ്തതിന്റെ പേരിൽ വല്ലാത്ത സന്തോഷമുണ്ടായോ? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ആ സന്ദർഭത്തിൽ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഐഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ഏ ഐഷ, എല്ലാ നമസ്കാരത്തിന് ശേഷവും ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ദുആ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹു ആ റസൂലിനെ സ്നേഹിക്കാൻ, ആ ഹബീബിനെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.